തേങ്ങ പൊട്ടിക്കണ പോലെ പൊട്ടിക്കേണ്ടി വരും കേട്ടോ. മാക്സിമം അടുപ്പിച്ചപ്പം അവരിതല്ലേ പത്തരി മൂലുണ്ട്. പത്തരി അല്ല, ഞങ്ങളുടെ പത്തരി എന്ന് പറയും. അതന്നെ പത്തരി. ദോശ ദോശ തട്ട് ദോശ. പത്തരി ഒക്കെ പിടിച്ചോ. ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സാധനം കൊണ്ടാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്തുകൊണ്ടാണ് കയ്യാനക്കാത്തതെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. എൻ്റെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്. ഓക്കെ, അത് ഇവിടെ അധികം ആൾക്കാർക്കൊന്നും കിട്ടാത്ത ഒരു സംഭവമാണ്. അല്ലെ, ആരും ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇന്നത് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സൊക്കെ വേണ്ടി വരും അതിന്. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആനമുട്ട നെയ് പൊരിച്ചത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആനമുട്ട കിട്ടിയില്ല, പകരം ഒരു അടാറ് മുട്ട കിട്ടിയിട്ടുണ്ട്. കാണണം നിങ്ങൾക്ക്? ഇത് കണ്ട, ഇതാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട, ഓസ്ട്രിച്ച് എഗ്. ഓക്കെ, അപ്പൊ ഇത് നമ്മള് പകുതി പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. ഈവൻ ഞാനും ഇപ്പോഴേ കാണുന്നത്, ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരെണ്ണം ഇങ്ങനെ തൊടുന്നത്. ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മളത് അടിപൊളിയായിട്ടൊരു സംഭവം ചെയ്യും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചെറിയ മുട്ട, സാധാ മുട്ടയുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു ഒട്ടകപ്പക്ഷിയുടെ മുട്ട. പൊട്ടിക്കാനായിട്ട് തേങ്ങ പൊട്ടിക്കണ പോലെ പൊട്ടിക്കേണ്ടി വരും കേട്ടോ. വെള്ളം വരുന്നുണ്ടോ? ഇനി നമുക്ക് തുറന്നു പിടിക്കാം. നമ്മൾ ഫ്രീസർ വെച്ചില്ല, അതുകൊണ്ട് ഇച്ചിരി കട്ട് ചെയ്യും. പിന്നെ ഒരു മഞ്ഞപ്പൊടി, അല്പം മഞ്ഞപ്പൊടി ഇടാം. മുളക്, പച്ചമുളകാണ്, കറിവേപ്പില ഇട്ട. ഇനിയിപ്പോൾ എന്താണ് ഉള്ളി ഇടുക കേട്ടോ. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അല്ലല്ല ഇട്ട് അടിക്കണ്ടേ. ഹലോ, മറ്റേ ഇതുണ്ടായിരുന്നു. ഉപ്പിട്ടോ? ഉപ്പിട്ട് ആളുടെ ഉപ്പുണ്ടാകും. ഇതൊക്കെ എത്ര ഓംലെറ്റ് ഉണ്ടാവും ചേച്ചി? ചേച്ചിക്ക് ഏകദേശം ഒരു ഐഡിയ പറയാൻ പറ്റും. എത്ര ഉണ്ടാവും? വർഷം ഉണ്ടാക്കണ പോലെ. അതെ, 4 ഉറപ്പാ? 4 കൂടുതൽ ഉണ്ടാവും. അപ്പൊ അല്ലല്ല, ഓക്കെ, ചേച്ചി 4 പറഞ്ഞു. ഒരു 8 എണ്ണമെങ്കിലും ഞാൻ ഒരുപാട് ഇടാം. ഞാനൊരു 6 പറയാം. ഞാൻ 2ന്റെ ഇടയിൽ, ഞാൻ 8, 6. ഓക്കെ, കുരുമുളക് കൂടുതൽ കിട്ടും. അതെ, നല്ലതാ, കുഴപ്പമില്ല. എരിവ് കൂടാതെ അത് നിങ്ങൾക്ക് അറിയാലോ. അതെ അല്ലേ? ഓക്കെ, കളിക്കാൻ കോഴിമുട്ട പോലെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. സാധാരണ ഒരു കോഴിമുട്ട പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നും. പക്ഷിയുടെ മുട്ട അങ്ങനെ മറിക്കാൻ പോവാണ്. സൂപ്പറായിട്ട് മാക്സിമം അടുപ്പിച്ചപ്പം അവരിതല്ലേ പത്തരി മൂലുണ്ട്. പത്തരി അല്ല, ഞങ്ങളുടെ പത്തരി എന്ന് പറയും. അതന്നെ പത്തരി. ദോശ ദോശ തട്ട് ദോശ. പത്തരി ഒക്കെ പിടിച്ചോ. കിട്ടുന്നുണ്ടാവും. എക്സ്പോഷർ എങ്ങനെ ഉണ്ട്? അതായത് ക്ലിയർ ഉണ്ടല്ലോ അല്ലേ? മറിച്ചിടുന്ന കിട്ടാം. അടിപൊളി. പക്ഷിയുടെ മുട്ടയാണ് ഇത്. നമ്മള് പിസ്സ ഉണ്ടാക്കിയ പോലെ ഉണ്ട്. പിസ്സ
പിസയുടെ അത്രയും വലുപ്പമുണ്ട്. ഒരെണ്ണം നമ്മൾ തിന്നു, 5 ഓംലെറ്റ് ഉണ്ടാക്കി. ഒരെണ്ണം ഞങ്ങൾ കഴിച്ചു, ടേസ്റ്റ് നോക്കാനായിട്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരെണ്ണം തന്നെ കഴിക്കാനുള്ള സംശയമാണ്, അത്രയും വലുതായിരുന്നു. പിസ ഉണ്ടാക്കാൻ പറഞ്ഞു. പിസയുടെ കട്ടിയല്ല, ഒട്ടകപ്പക്ഷി ഓർഡർ പോലെ ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടായിരുന്നു.